വർഷയുടെ ഒന്ന് രണ്ട് പ്രത്യേകതയുണ്ട്. അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്, രഞ്ജിത്ത് മ്യൂസിക് ഡയറക്ടറാണ്. ഈ വേറൊരു മ്യൂസിക് ഡയറക്ടറെയും കൂടെ വർഷയുടെ കുടുംബത്തിൽ നമുക്കറിയാം, അത് ശരത് സാറാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ശരത് സാറിൻ്റെ കൂടെ ഇരുന്ന് ഒരു ദിവസം പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വർഷം ഈ വർഷമാണെന്നുള്ളത് ഈ ദിവസങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്ലീപ്പ് റൂം ചെയ്തിരിക്കുന്ന ഡയറക്ടർ എൻ്റെ സുഹൃത്താണ് അബിത. അപ്പോൾ അബിത ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുമ്പോഴാണ് വർഷയോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വർഷയോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് 70 സിനിമകൾ ചെയ്തു കഴിഞ്ഞു, 100 ആൽബം ചെയ്തു കഴിഞ്ഞു. വേറെ ലെവലാണല്ലേ. ഓരോ വിശേഷമായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ സ്ലീപ്പ് റൂമിൽ എങ്ങനെ എത്തിയേ? അന്ന് +2 സംതിങ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വർക്കിന്റെ കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സിനു സാർ വന്നിങ്ങനെ പറഞ്ഞു. അപ്പം സിനു സാറിന് അച്ഛന് പണ്ട് തൊട്ടേ അറിയാം, ഭയങ്കര കമ്പനി ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനു. സിനു എന്റെ സുഹൃത്താണ്. സോ അപ്പം അങ്ങനെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ ഒരു ചേട്ടാ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് ചേട്ടാ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാണ്ടെന്ന് അച്ഛനടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് അച്ഛനാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഫിലിമിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ചെയ്യാണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അപ്പോഴാണ് സബ്ജക്റ്റ് ഒക്കെ പറയുന്നത്, അഭിനയ ചേച്ചിയാണ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പം അന്നേരം ഇങ്ങനെ അച്ഛൻ ആ സമയത്ത് എനിക്കൊന്നും സിനു സാറിന് അങ്ങനെ അറിഞ്ഞൂടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സോങ്സ് പാടി കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ പാടി ഇംഗ്ലീഷ് സോങ്സ് യാനി സാറിന് പാടി, മീൻസ് ഫ്ലൂയി എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്, അപ്പം യാനി സാറിന് പാടിയതായിരുന്നു. അപ്പോൾ അതൊരു സ്റ്റേജ് പ്രോഗ്രാം അവർ പാടുന്നത് ഞാൻ വീട്ടിൽ മീൻസ് നമ്മൾ ഡബ് ചെയ്യുമല്ലോ, അതിനൊക്കെ അവരുടെ വോയിസ് ഞാൻ ഡബ് ചെയ്ത് എനിക്കൊരു സംഭവം. പക്ഷെ പാട്ട് അതങ്ങനെ കേൾപ്പിച്ചു. ഒരു വീഡിയോ ഉണ്ടായിരുന്നു യാനി സാറിന്, അത് അച്ഛനിങ്ങനെ സിനു സാറിന് കേൾപ്പിച്ചപ്പം സാർ ആകെപ്പാടെ കൊള്ളാമല്ലോ. അപ്പം അങ്ങനെ അച്ഛനോട് പറഞ്ഞു, ചേട്ടാ അവളുടെ അടുത്തൊന്ന് ചെയ്യാൻ പറയാമോ ഇത് മ്യൂസിക് ഫിലിമിന്. അപ്പം അങ്ങനെ അച്ഛനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, മോളെ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇത് കേട്ടപ്പം എനിക്ക് ഞാനോ കാര്യം നമ്മളിപ്പം ഞാൻ പാട്ട് പാടും, അത് 4 വയസ്സോട്ട് പാടിയപ്പോൾ അതൊരു ശീലമുണ്ട്. പക്ഷെ പെട്ടെന്ന് മ്യൂസിക് ഡയറക്ഷൻ ഫീൽഡിൽ അങ്ങനെ പറയും. 6 വയസ്സിൽ സിനിമയ്ക്ക് വേണ്ടി പാടി. അതെ, 4 വയസ്സോട്ട് പാടുവാണ്. 4 വയസ്സിൽ പാടിയ ഫിലിമാണ് പാലിൽ നിന്നിട്ട് രമേശ് നായകം സാറിന് പാടിയതാണ്. എന്നിട്ട് 6 വയസ്സിൽ പുലികളും ആട്ടിൻകുട്ടിയും വിദ്യാസാഗർ സാറിന് പാടി. പിന്നെ ചാരുലത അങ്ങനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് വിദ്യാസാഗർ സാറിന് വേണ്ടി പാടി. പിന്നെ ചാരുലത എത്ര ഭാഷ പാടി? 4 ഭാഷയിലുള്ളൂ കേട്ടോ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ. നിസ്സാര കാര്യങ്ങൾ ബാക്കി. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ആകെപ്പാടെ നമുക്കൊരു കൺഫ്യൂഷനാണ്, കാര്യം ചെയ്യണം. ഇപ്പൊ സാധാരണ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ മക്കളെ ഒരു വർക്ക് ഉണ്ട്, പ്രൊജക്ട് ഫിലിം സോങ് അല്ലെങ്കിൽ ഒരു ആൽബം സോങ്, അങ്ങനെ പറയുമ്പോൾ അച്ഛൻ എപ്പോഴും അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്ന് പറയുന്നത്. പെട്ടെന്ന് ഇങ്ങനെ മക്കളെ മ്യൂസിക് ഡയറക്ഷൻ നീ ചെയ്യണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അതേ കേട്ടപ്പോൾ. പക്ഷേ സിനു സാർ കേട്ട് നമ്മൾ ഈ ഫിലിമിന്റെ കാര്യമായിട്ടാണ് കമ്പനി ആവുന്നത്. ഇപ്പം അഭിത ചേച്ചി ആണെങ്കിലും ഭയങ്കര നമുക്കൊരു ഹോംലി ഫീലാണ്. നമുക്കൊരിക്കലും ഞാനൊരു സിനിമ ചെയ്യുന്നു അങ്ങനൊരു ഫീലേ നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഒരു പാട്ട് ചെയ്യുന്നു അങ്ങനൊരു ഫീലേ തോന്നിയിട്ടുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ സിനു സാറും അഭിത ചേച്ചി ഞാനൊക്കെ ഭയങ്കര ഫാമിലി കണക്കായി. പക്ഷെ ഞാനും അച്ഛനും ആ ബന്ധം ഞങ്ങൾ വിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്തത്. അപ്പം അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം നമുക്കൊരു ഫ്രീഡമായിട്ട് ഞാൻ നിന്നിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും വർക്ക് എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അടിയാണ്. ആ സ്റ്റുഡിയോ റൂമിൽ കയറുമ്പോഴേ ഹെഡ്ഫോൺ എടുത്തെറിയുന്നു, അതെടുത്തെറിയുന്നു, മറ്റേ മീൻസ് അങ്ങനല്ല, പക്ഷെ ഭയങ്കര അടിയും വഴക്കൊക്കെ അങ്ങനെ. അയ്യോന്നോ അങ്ങനല്ല. അപ്പം എപ്പോഴും അടിയായിട്ടാണ് ഞാൻ. പിന്നെ അമ്മയുടെ അമ്മ അച്ഛൻ ഇങ്ങനെ അമ്മ പറയുന്നത് അങ്ങനെ പറയുന്നത്. അപ്പം അമ്മേൻ്റെ നടുക്ക് മറ്റേ ഇന്റർവ്യൂ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അയ്യോ ചേട്ടാ എൻ്റെ മോളും ഹസ്ബൻഡും കൂടെ എന്തോ കാണിക്കണം എന്നുള്ള പോലെയാണ്. പക്ഷെ ആ ഒരു ഇതേ അല്ലായിരുന്നു ഈ ഒരു വർക്ക് ചെയ്ത സമയത്ത്. അപ്പം ഞാൻ പറയുന്നു, അച്ഛൻ ഓക്കെ, അതിൽ തർക്കമില്ല. പിന്നെ ഇങ്ങോട്ട് കാര്യം നീയാ ചെയ്യുന്നത്, നീ എനിക്ക് എൻ്റെ അകത്ത് ഒരു മാർക്ക് എനിക്ക് റിമാർക്സ് പറയാനില്ല, നീ തന്നെ ചെയ്യ്, ഞാൻ ഒന്നും പറയത്തില്ല. എന്നിട്ട് അവസാനം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അവിടെ ഒരു പ്രശ്നം, അല്ലാതെ അച്ഛൻ മിണ്ടിയിട്ടേ ഇല്ല. അച്ഛൻ മറ്റേ ഇവങ്ങിയിരിക്കും ചെയ്തു. ഓക്കെ, ആ ഒരു ഇതിലായിരുന്നു മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഇങ്ങനെ വരുന്നത്. ഇംഗ്ലീഷ് സോങ് പാടിക്കുന്ന വർഷം തന്നെയാണ് ഞാൻ തന്നെ പാടി. അപ്പോൾ ആ ഇംഗ്ലീഷ് സോങ് ഒന്ന് പാടിയിട്ട് നമുക്ക് ബാക്കി പോകാം. You may write me down in history with your bitter twisted lies. You may throw me in the very dirt, but still like dust I'll rise. Does my sassiness upset you? Why are you beset with gloom?
'Cause I walk like I've got oil wells pumping in my living room. Just like moons and like suns, with a certainty of tides, just like hopes springing high, still I'll rise. എന്താ ശരിക്കും പറയണേ ഇതിനകത്ത്? ഫീമെയിൽ ഓറിയന്റഡ് അങ്ങനെ ഒരു സംഭവം. എന്ത് ചെയ്താലും ഐ വിൽ റൈസ്. ഉം. വാട്ട് എവർ യു ട്രൈ ടു ഡു മീ ഐ വിൽ സ്റ്റിൽ റൈസ്. ഇത് ശരിക്കും ഒരു സ്ത്രീപക്ഷ സിനിമയാണോ? ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, ഒരു സിനിമ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കണ്ടത്. അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ സംവിധായക പറയുന്നുണ്ടായിരുന്നു സ്ത്രീപക്ഷ സിനിമയാണെന്നുള്ള അർത്ഥത്തിലാണ് കാണിച്ചത് എന്നാണ് അത് എനിക്ക് തോന്നുന്നു. അത് ചേച്ചി പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ ആൻഡ് ഓഫ് സ്ക്രീനിൽ വർക്ക് ചെയ്തേക്കുന്നത് മോസ്റ്റ്ലി ഗേൾസ് ആണ്, ഫീമെയിൽ. സോ അതുകൊണ്ടായിരിക്കാം വർഷയും ഇതിനകത്ത് പിടിച്ചിട്ടത് അല്ലേ? അതെ. അപ്പം മ്യൂസിക് ഡയറക്ടർ ഫീമെയിൽ ആണ്, പിന്നെ കോസ്റ്റ്യൂം ഫീമെയിൽ ആണ്, ലിറിക്സ് ഫീമെയിൽ ആണ്, ഡാൻസ് കൊറിയോഗ്രാഫി ഫീമെയിൽ ആണ്. അങ്ങനെ കുറെ മെയിൻ ആക്ട്രസ് ലീഡ് റോള് ഫീമെയിൽ ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫീമെയിൽ അങ്ങനെ ആയിരിക്കും ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഫീമെയിൽ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരുന്നു, അതെ അടി ഉണ്ടാക്കിയോ അഭിനയായിട്ട്? ഇല്ല, നമ്മൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അഭി ചേച്ചി ഇങ്ങനെ കാര്യം ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇങ്ങനെ സിനു സാർ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ സിനു സാറിനോട് ഓക്കെ സാർ ചെയ്യാം പറഞ്ഞു. എങ്കിലും നമുക്ക് കോൺഫിഡൻ്റ് അല്ല. പക്ഷെ അപ്പം സിനു സാർ പറഞ്ഞു, മക്കളെ നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യും. കാര്യം നമുക്ക് സെൽഫ് ഡൗട്ട് വരും. നമുക്കിത് കാര്യം നമ്മളിത് യൂഷ്വലി ഇങ്ങനെ സംഭവമേ നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ കൊള്ളാം, നമ്മൾ മുന്നേ മ്യൂസിക് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പോലെ ഒരു ട്യൂൺ പാടി ഫോൺ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ചുമ്മാ ഇതിലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ചില്ലേ? മ്യൂസിക് ഡയറക്ടറുടെ കുടുംബത്തിലുള്ള കുട്ടി അങ്ങനെ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചു. ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. കുട്ടി ഓക്കെ അല്ലേ? ഓക്കെ, കേട്ടോ. കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ടെൻഷൻ ആയിരുന്നു. പക്ഷെ അവർ ചേച്ചി ഭയങ്കര കൂളായിട്ട് മോൾ ഇതാണ് സംഭവം, അതാണ് ഇങ്ങനെ, അങ്ങനെ ക്ലീൻ ആയിരുന്നു എല്ലാം, ഭയങ്കര നീറ്റായിട്ട്. അടി ഉണ്ടായില്ല. നന്നായി. അച്ഛനുമായിട്ട് പിന്നെ അടി ഉണ്ടായില്ല. പാടുമ്പോൾ ഈ പ്രൊജക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടി ഉണ്ടാക്കാറുണ്ട്. വേറെ റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് പാടുന്നത്. ഇഷ്ടംപോലെ നമുക്കൊരു ഇങ്ങനെ നാക്കി അതിന് കുറെ കറക്ഷൻസ് അച്ഛൻ പറയുന്നത്. സോ അപ്പൊ ശരസാറിന്റെ മൂത്തതാണ് ആക്ച്വലി, അനിയനാണെങ്കിലും അക്കാര്യത്തിൽ. അല്ല, അച്ഛൻ ഭയങ്കര മീൻസ് നമ്മുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ അച്ഛൻ ട്രൈ ചെയ്യുന്നത്. ഈ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു ശരസാർ ഒന്നും പഠിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു. ശരസാറിന്റെ അടുത്ത് പഠിക്കാനേ പോയിട്ടില്ല ഒന്നും. അപ്പൊ അല്ലാതെ ഒരു കറക്ഷനും പറഞ്ഞാൽ അന്ന് പാടിയ സമയത്തും ഒന്നും പറഞ്ഞു തന്നില്ല. ഫിലിം സോങ് ശരസാറിന്റെ കൂടെ ഇരുന്ന് സോങ് ഒരെണ്ണം ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. വലിയ പാടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമ്പോൾ അതവിടെ അങ്ങനല്ല ഇങ്ങനെ അങ്ങനെ പറയും. അതെങ്ങനെ പറയാം? സ്വതസിദ്ധമായ ഈ സ്റ്റൈലാണോ അതെ പഴയ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു സ്റ്റൈലുണ്ട്? സംഗതി പോരാന്ന് പറയുന്നത് പിള്ളേരൊക്കെ വരട്ടിയിരുന്ന ആളാണ്. ഇപ്പോഴാണ് കുറച്ച് ലൈറ്റ് ആയത് ആണല്ലേ? പക്ഷെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ തുറന്നിട്ട് ഇത് ഫ്രാങ്ക്ലി അങ്ങ് പറയും, നമ്മളത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ കൊള്ളാമെങ്കിൽ കൊള്ളാം, എല്ലാം അങ്ങനെ ഇതാണ്. പക്ഷെ എനിക്കൊന്ന് അച്ഛനാണ് ഭയങ്കര എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്ത് ചെയ്താലും മക്കളെ അതങ്ങനല്ല ഇങ്ങനെ. ഈ പാട്ട് വല്ലതും കേട്ടോ? ശരസാറ് കേട്ടോ? ഇല്ല. കേൾപ്പിക്കണ്ടേ നമുക്ക്? കേൾപ്പിക്കണോ? തീർച്ചയായിട്ടും. ബാങ്കിനകത്ത് കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു. ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിന്റെ വിശേഷം പറയാം.
ഇതിന്റെ മ്യൂസിക് ശരിക്കും ഔസേപ്പച്ചൻ സാറായിരുന്നു. ഇത് വാങ്കില് ഉം. അതെ ഉം. ഔസേപ്പച്ചൻ സാറായിരുന്നു. ഇതിൽ ഞാൻ ഒരു ടൈറ്റിൽ സോങ്ങും വേറൊരു സോങ്ങുമാണ് പാടിയിരുന്നത്. ഉം. ഈ അപ്പൊ ഇതിന് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാ? ഞാൻ ഇതിലെങ്ങനെയാ വന്നേന്ന് ഞാൻ പറയാം. ലീവ് സമയത്ത് ഇങ്ങനെ നാട്ടിൽ വരുമല്ലോ, ചെന്നൈയിലാണ് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിൽ വരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പാപ്പന് വയ്യാണ്ടായി പെട്ടെന്ന്. അപ്പം അങ്ങനെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ വന്ന്, അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അപ്പാപ്പന് വയ്യാതെ അതിൻ്റെ ടെൻഷനൊക്കെ. പക്ഷെ അപ്പാപ്പൻ പിന്നെ ഭേദമായി, കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മാൻഡ്ലിൻ ആണെന്നും പറഞ്ഞിട്ട് ഈ ഇൻസ്ട്രുമെന്റ് വല്യച്ഛന് ഇതിന്റെ ശരിക്കുള്ള പേര് യൂക്കലേലി. യൂക്കിലേലി. ഉക്കലേല എന്ന് പറയും, യൂക്കലേലി. മാൻഡ്ലിൻ ആണെന്ന് പറഞ്ഞിട്ട് വല്യച്ഛൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ സംഭവം ഇതായി പോയി വന്നത്. മാൻഡ്ലിൻ 5 സ്ട്രിങ്സ് ആണ്. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മക്കളെ നിനക്ക് ഇതൊക്കെ അന്നേരം ഞാൻ ഗിറ്റാറൊക്കെ വായിക്കും. അപ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലോ കണ്ടിട്ടില്ല. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് നിനക്ക് ഞാൻ തരാം, ഇത് നീ വെച്ചോ, ഇത് അങ്ങനെ എന്നും പറഞ്ഞ് മാമന് കൊടുത്തു. മാമൻ്റെ നിന്ന് ഞാൻ ഇത് അടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എനിക്കിത് അത് ഇഷ്ടപ്പെട്ട്. കാരണം നമ്മൾ ഗിറ്റാർ കണക്കല്ല, കുറേ ഡിഫറൻസസ് ഉണ്ട്. 4 സ്ട്രിങ്ങേ ഉള്ളൂ, ട്യൂണിങ് ആണെങ്കിലും വേറെ പോലെ. അപ്പോൾ എനിക്കൊരു ക്രേസായി ഇതെങ്ങനെ പഠിച്ചെടുക്കണം. അങ്ങനെ അപ്പാപ്പൻ ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഹോസ്പിറ്റലിൽ ഞാൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റും കൊണ്ടുപോയി അവിടെ ഇരുന്നിരുന്ന് ഓരോ കൊടിങ്ങനാണ് അങ്ങനെ ഇരുന്ന് ക്രേസിൻ്റെ ഭാഗത്തിൽ എൻ്റെ പ്രാന്തായിരുന്നു. ഇത് വെച്ച് കിടന്ന് ഉറങ്ങത്തോളൂ എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് അപ്പാപ്പനെ ഇങ്ങനെ വായിച്ചൊക്കെ കേൾപ്പിക്കുക, അപ്പാപ്പനെ കൂളാക്കി, അപ്പാപ്പനെ ഹെൽപ്പൊക്കെ ചെയ്ത് ആ സമയത്ത് ഇൻസ്ട്രുമെൻ്റ് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു ക്രേസ് ആയിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടിയിട്ടുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞു, വല്യച്ഛനത്തെ മാമത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനോട് പറയണ്ട, ഒരാഴ്ച എനിക്ക് നന്നായിട്ടൊന്ന് വായിച്ചൊന്ന് കേൾപ്പിക്കണം. കാരണം അച്ഛന് ഈ ഒരു ഇൻസ്ട്രുമെന്റ് അച്ഛൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ വായിക്കും, കുറച്ച് അത്യാവശ്യം വായിക്കും എന്ന് അറിഞ്ഞൂടാ. അന്നേരം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിൽ ചെന്നപ്പം ഈ ഇൻസ്ട്രുമെന്റ് അച്ഛൻ ചോദിച്ചത് ഇതെന്തോടെ ചെറിയ ഗിറ്റാറൊക്കെ കയ്യിൽ. ഞാൻ പറഞ്ഞു, അല്ല യൂക്കലേലിയാണിത്. അന്നേരം നിനക്ക് വായിക്കാറിനോടല്ലോ പിന്നെന്തിനാ ഇത്, ചുമ്മാ അങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ആക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ കോഡൊക്കെ വെച്ചത് അച്ഛൻ ഭയങ്കര നെട്ടി. അപ്പം ആ സമയത്ത് ഞാൻ കോഡും സംഭവങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്ത് നമ്മൾ കൂടുതലും ഗിറ്റാറിനകത്ത് സോളോ ആയിട്ട് വായിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്ട്രുമെൻറ്റിൽ സോളോ ആയിട്ട് വായിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എല്ലാവരും അത് കോഡ് വായിക്കും എന്നുള്ളതല്ലാതെ. അപ്പം ഞാൻ ഈ കോഡ് കുറച്ചൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് സോളോ ഒക്കെ വായിച്ചാൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഇതുമായിട്ട് കൂടുതൽ റിസർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ടൈമനി ഗാർണർ എന്ന് പറഞ്ഞിട്ടൊരു ഹവായിൻ ഇൻസ്ട്രുമെന്റലിസ്റ്റ് ഉണ്ട്, യൂക്കലേലി വായിക്കുന്നത്. അപ്പം അവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് ഇൻസ്പയർഡ് ആയി അവർ ഇങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട് ഫെർലീസിൻ്റെ. സോ അങ്ങനെ കേട്ട് അത് നമുക്ക് വായിച്ചൊരു നമുക്കിത് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം. ഒരു ദിവസം ഒരു കൈ ഇവിടെ പൊട്ടിയാലും പ്രശ്നമില്ല, വായിക്കും എന്നുള്ള പോലൊരു മൈൻഡിലിരുന്ന് കഷ്ടപ്പെട്ടിരുന്നുള്ള പ്രാക്ടീസാണ്. കുട്ടി വലിയ കുട്ടിയാണ്. അപ്പം ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഇത് വായിച്ചപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും നമ്മളുടെ എനിക്ക് തോന്നുന്ന ഈ ഒരു ഇന്ത്യൻ ഫുൾ മ്യൂസിക് ഡയറക്ടേഴ്സിനും വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, യൂക്കലേലി ആണെങ്കിലും സന്തൂർ ആണെങ്കിലും വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് ഉണ്ട്, ചീനു അങ്കിൾ എന്ന് പറയും, ചീനു. അപ്പം അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം അച്ഛനിങ്ങനെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയണം. പക്ഷേ ഇങ്ങനെ അങ്കിള് ചെന്നൈയിലുള്ള സമയത്ത് ഡിമാൻസിന്റെ സ്റ്റുഡിയോയിൽ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു യൂക്കലേലി വായിച്ചിട്ട് അങ്കിള് അച്ഛനത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, അവളെയും കൂടെ കൊണ്ടുപോവാ, മോളെയും കൂടെ കൊണ്ടുപോവാ. അപ്പം ഞാൻ ചുമ്മാ പോയി, എനിക്ക് മനസ്സിലായില്ല എന്തിനാ വിളിക്കുന്നത്. അപ്പം അങ്കിളിനെ കാണാന്ന് ഞാനും ചെന്നപ്പോൾ അങ്കിൾ എൻ്റെ കാലിൽ വീണ്. ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ കാര്യം ഞാൻ അങ്കിളെ കാര്യം അച്ഛനെ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ അങ്കിളിനെ കാണാൻ അങ്കിള് താഴെ കിടക്കുന്നു. എനിക്ക് സീരിയസ്ലി താഴെ കിടക്കുന്ന സെൻസ് ഇങ്ങനെ. അപ്പം എനിക്ക് മീൻസ് നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. സോ അപ്പം അന്നേരം ഞാൻ ഇങ്ങനെ അങ്കിൾ എന്ത് കാണിക്കുന്നത്, മ്യൂസിക്കിന് ടാലന്റിന് ഏജ് ഇല്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് ലൈവ് വായിച്ചുകൊണ്ടിരുന്ന യൂക്കലേലി എനിക്ക് തന്നു. അത് വീട്ടിലിരിപ്പുണ്ട്. വല്ലാത്ത എക്സ്പീരിയൻസസ്. അന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ കഷ്ടപ്പെടുന്നതിന് റിസൾട്ട് ഉണ്ട്. സോ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയ ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. എന്നിട്ട് ഔസേപ്പച്ചനിലേക്ക് എത്തിയത് എങ്ങനെയാ? ഇത് കൊണ്ടായിരുന്നു ഞാൻ പോയത്, അങ്കിളിനെ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട്. അപ്പൊ ഇത് കുറച്ച് വായിച്ച് കേൾപ്പിച്ചപ്പോഴേ കേറ് റെക്കോർഡ് ചെയ്യും എന്നൊരു അങ്ങനായിരുന്നു. പാട്ടിന്റെ കൂടെ അതിനുള്ള അവസരം. അതെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വായിക്കുന്നുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വായിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഞാൻ വായിച്ചു. അതാണ് അതിന്റെ ഒരു സ്റ്റോറി. ഈ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഏതൊക്കെ സോങ്സ് ആണ് വിശദമായിട്ട് പറയൂ, പ്രൊഫൈൽ പറയൂ. മോസ്റ്റ്ലി വർക്ക് ചെയ്തിരിക്കുന്നത് തമിഴ് ആൻഡ് മലയാളമാണ്. അപ്പൊ എനിക്കൊന്ന് ചാറിലെത്താ അങ്ങനെ കുറച്ച് ഫിലിംസിന് ഞാൻ തെലുങ്ക്, കന്നഡ പാടിയിട്ടുണ്ട്.
ഇപ്പം മലയാളം ഫിലിംസ് എനിക്ക് നോട്ട് ചെയ്യുന്ന ശീലമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറേ പാട്ടുണ്ട് പണ്ട് തൊട്ട്, പക്ഷെ ഞാൻ ഒന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഓർമ്മ വരുന്നത് ഞാൻ പറയാം. 4 വയസ്സിൽ പാൽ എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ, തമിഴ് ഫിലിമാണ്, രമേശ് വിനായകം സാറാണ് മ്യൂസിക്. സോ അതിൽ പാടാൻ ഫസ്റ്റ് ഡെബ്യൂ ഫിലിം. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്കിളും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമായിട്ട് മക്കൾ അത് പാട്. ഇപ്പം അച്ഛനാണെങ്കിൽ അപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യും, അങ്ങനെയാണോ പാടുന്നത്, ഇങ്ങനെയാണോ പാടുന്നത്. അച്ഛനെ നമ്മൾ വേറെ കാണുന്നുണ്ട് കുട്ടിയോട് അങ്ങനെ പെരുമാറിയതിന്. അതെ, മീൻസ് അച്ഛൻ എന്നിട്ട് പിന്നെ നമുക്ക് കൂളാവുമ്പോൾ അച്ഛൻ പറയും, മക്കൾ അങ്ങനല്ല, നീ ചെയ്യുമ്പോൾ അത് എപ്പോഴും നന്നായിരിക്കണം, നിന്റെ മാക്സിമം നീ കൊടുക്കണം, അല്ല നമ്മൾ ചുമ്മാ പാടിയിട്ടങ്ങ് പോവില്ല, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൊടുത്ത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അച്ഛൻ്റെ. അന്നേരം നമ്മളിപ്പം എത്ര ബെസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ബെസ്റ്റ് ആക്കാനാണ് അച്ഛൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര ഫ്രീ ആയിരുന്നു റെക്കോർഡിങ് സെഷൻസ്. അപ്പം അത് ഒരു സോങ് പാടി തമിഴ്. പിന്നെ 6 വയസ്സിൽ പിന്നെ പുലികൾ മാട്ടിൻകുട്ടിയും കുഞ്ചാക്കോബൻ സാറിൻ്റെ, വിദ്യാസാഗർ സാർ മ്യൂസിക്. പിന്നെ 6.5 വയസ്സിൽ ചാരുലത. അതിൻ്റെ അകത്ത് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്. പിന്നെ എനിക്ക് സ്ട്രെയിറ്റ് 13 ഇയേഴ്സ് ഉള്ളത് ഓർമ്മയുള്ള ആരുദ്ര എന്ന് പറഞ്ഞിട്ട്, അതും വിദ്യാസാഗർ സാറിന് പാടിയൊരു പാട്ടാണ്. പാവിജയ് സാറാ ലിറിക്സ് അത്. പിന്നെ ട്രാഫിക് രാമസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ വിജയ് സാറിൻ്റെ ഫാദർ അഭിനയിച്ച ചന്ദ്രശേഖർ സാർ, അത്. സുലേഖ മൻസിലിൽ വിഷ്ണു ചേട്ടന് പാടി. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരെണ്ണം വരാനുള്ളതൊരെണ്ണം ജാസി ഗിഫ്റ്റ് സാറിനൊരു പാട്ട് ശാന്തമി രാത്രിയിൽ ഫിലിമിൽ പാടി. ഗോപി സുന്ദർ സാറിന് അതിന് പാടിയായിരുന്നു. അതെനിക്കൊന്ന് ഡിസംബർ 2024 റിലീസായി ഫിലിം. ഡിമാൻ സാറിന് പാടി. മകരാസനേ മഞ്ചൾ വണ്ണ പൂവ് നീതാൻ തങ്കോ നീതാൻ തങ്കോ ഒരു പാർവയിൽ ഉള്ളം വെള്ളമാകും നീതാൻ തങ്കോ നീതാൻ തങ്കോ പിന്നിരവ് கடந்தும் நான் ஏங்குவேன் தூங்காமல் வெண்ணிலவும் பார்க்குமே வைத்த கண் வாங்காமல் உன்னிழலில் ஆயுளை வாழவே பேராசை உன்னை விட்டு நீங்கினால் ஓயுமே ഉയരോസേ നീ ഉയരാനായി. കുട്ടി കൊള്ളാലോ. ഇതേതായിരുന്നു സിനിമ? പൊന്മാണിക്കവേൽ, പ്രഭുദേവ സാർ അഭിനയിച്ച. അതിന് തെലുങ്കും പാടിയായിരുന്നു, കൃഷ്ണ മനോഹർ IPS. ഓ അടിപൊളി. ഈ അച്ഛൻ ഒരു മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത് കണ്ട് അവിടെ നിന്ന് നോക്കി പഠിച്ചതാണോ, അതോ വേറെ ഗുരുക്കളുടെ അടുത്ത് പോയി ആദ്യമേ പാട്ട് പഠിച്ചതുകൊണ്ടാണോ ഈ ഡയറക്ഷനിലേക്ക് വരുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നമ്മൾ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ റെക്കോർഡിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓക്കെ ഇപ്പം ഇങ്ങനെ റെക്കോർഡിങ് വരുമായിരിക്കും. പക്ഷേ ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണത് സിമ്പിളായിട്ട് അച്ഛനോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റുമോ അച്ഛൻ, ഞാൻ ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു നീ ചെയ്, നമുക്ക് അപ്പം നോക്കാമല്ലോ പറ്റുമോ ഇല്ലയോ എന്ന്, ട്രൈ ചെയ്ത് നോക്കും, നീ അതിന് മുന്നേ ക്വിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനാണ്. ഹെൽപ്പിംഗ് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു സഹായം? പാട്ട് പാടി തുടങ്ങിയ സമയം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ തന്നെ എപ്പോഴും ഞാൻ ഉള്ളത്. അച്ഛൻ കുറേ ഫിലിംസ് കമ്പോസ് ചെയ്തിട്ടുണ്ട്, ആൽബംസ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം കൂടെ എപ്പോഴും ഇങ്ങനെ കാണും. അപ്പം ഞാൻ ഈ ഗിറ്റാറും കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്, അച്ഛൻ പറയും മക്കൾ ആ കോഡ് ഇടും, അപ്പം ഞാൻ ആ കോഡ് ഇങ്ങനെ വായിക്കും. അപ്പം അച്ഛൻ എൻ്റെ ട്യൂൺ അച്ഛൻ ലൈവ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. മീൻസ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മളിങ്ങനെ അങ്ങ് വേണ്ട, എന്തിനാ അവർ നമ്മളായിട്ട് വരുന്നത്, എന്തിനാന്ന് ഞാൻ കളയും. നമ്മൾ പാട്ട് പാടും, പക്ഷേ എങ്കിലും മ്യൂസിക് ഡയറക്ഷൻ എന്ന സംഭവം നമ്മൾ കളയും. ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനല്ല, പക്ഷേ എങ്കിലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പം പക്ഷേ അച്ഛൻ്റെ ഹെൽപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കയ്യും കാലും പിടിച്ചാ പറയുന്നത്, അച്ഛാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയച്ചാ, ഇല്ല നിനക്കെന്തോ തോന്നുന്നത് അത് അച്ഛൻ ചോദിക്കുന്നത്. കാരണം ഹെൽപ്പ് ചെയ്ത് നിനക്കെന്തോ തോന്നിയെന്ന് അപ്പം മനസ്സിലാക്കിയിട്ട് അത് ഇപ്പം ഓക്കെ അല്ലെങ്കിൽ അച്ഛൻ ഹെൽപ്പ് ചെയ്യും. മീൻസ് അല്ല അങ്ങനെ വേണ്ട, നീ വേറൊരു ട്യൂൺ പാടും, അപ്പം ഞാൻ പറയാം അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന്, അങ്ങനെ പോലത്തെ. നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യത്തില്ല, പക്ഷെ പാടുന്ന സമയത്ത് പക്ഷെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീയായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം, ഞാൻ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കേണ്ടേ അല്ല, അത് അച്ഛൻ പറയുന്നത്. അപ്പം നീയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള പോലെ. ഇനി ശരത് സാറിൻ്റെ ഒരു പാട്ട് പാടാം. മംഗളങ്ങളരുളും മഴതിൽ കണങ്ങളേ ശാന്തമായി തലോടും കുളിർ കാറ്റിനീടമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരും കാണാൻ മറന്നു
മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ. പോരാ, അനുപല്ലവി വേണം. അനുരാഗമൂലും കിനാവ് കിളി പാടുന്നത് അപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവ് നീ വിടരുന്നത് അപരാധമായോ? ഈ നെഞ്ചിലെങ്ങുമേ താനാനോ താനാനാ. ഈ നെഞ്ചിലെങ്ങുമേ ആലംബമില്ലയോ? നിഴലായ നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഉറങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ. ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രവം വരം കാണാൻ മറന്നു പോയോ? മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ. കുട്ടി പാടിയത് കേൾക്കുമല്ലോ അല്ലേ ശരത് സാർ? ഈ സാറിന്റെ അടുത്തിരുന്ന് പാടുമ്പോ എന്തായിരുന്നു ഫീൽ? പേടി ഉണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു. എനിക്കൊരു അടി എവിടെ നിന്ന് വീടോ നമുക്ക് ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാര്യം അടുത്തും കൂടെ ഇരിക്കുന്നത്. എന്റെ അടുത്ത് പറയുകയും ചെയ്തു, നന്നായിട്ടൊക്കെ പാടണേ, ഇല്ലെങ്കിൽ കിട്ടും നിനക്ക്, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് മുന്നേ കൂടെ പറയുമ്പോ നമ്മള് എന്നുള്ള അവസ്ഥയാണ്. കുഴപ്പമില്ല, ഞാൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പാടിക്കാൻ ഇപ്പൊ പറഞ്ഞല്ലേ ചെമ്മക്കളെ കൊള്ളായിരുന്നു. അതായത് കുറവുള്ള സ്ഥലവും പറഞ്ഞു, അവിടെ അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു എന്നങ്ങനെയും പറഞ്ഞു. വിചാരിച്ച പോലെ അല്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ സാർ ഇപ്പോ? എനിക്ക് തോന്നുന്നു വർഷയെ കാണുമ്പോൾ അങ്ങനെയല്ല. ഈ ഐഡിയ സാസിംഗറൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങ് നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ശരത് സാർ ഉണ്ടായിരുന്നു. ആ ശരത് സാറാണ് ഇപ്പൊ പിള്ളേരോട് കൂടെ എന്നൊക്കെ വിളിച്ചിട്ട് അലമ്പുന്നത്. അത് ഞങ്ങക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുള്ള ഒരു ശരത് സാറിനെയാണ് കാണാൻ പറ്റിയത്. വർഷയുടെ അടുത്ത് സോഫ്റ്റ് ആയിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷം. ഇനി വിദ്യാജിയുടെ ഒരു പാട്ടും കൂടെ പാടും. ഞാൻ തന്നെ പാടിയ പാട്ട് പാടാം. 13-12 വയസ്സിൽ ആരുദ്ര എന്നിട്ടൊരു ഫിലിമിൽ പാടിയ തമിഴ്. ഞാൻ പറഞ്ഞ ലിറിക്സ് പാവജി സാറാണ്. ചെല്ലമ്മ ചെല്ലോ ചെല്ലമ്മ ചെല്ലോ എൻ പേച്ച് വെല്ലും തിത്തിക്കുതാ തിത്തിക്കുതാ കുട്ടിമ്മ கூட குயிலம்ம பாட ஒத்துக்குதா ஒத்துக்குதா அப்பாவுக்கு அம்மா நானே அம்மாவுக்கும் அப்பா நானே செல்லந்தானே செல்லம்மா செல்லோ உன் பேச்சவல் தித்திக்குதே தித்திக்குதே കുട്ടിമ്മ கூட കുയിലമ്മ പാട ഒത്തുക്കുതേ ഒത്തുക്കുതേ. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. അച്ഛനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാം. എന്താണ് മോളെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് കേൾക്കാമല്ലോ. ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ വർഷ രഞ്ജിത്തിലെ രഞ്ജിത്ത്. ഹലോ സർ, ഇരിക്കാം. ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ശരിയാ, ശരസാറിനെ പോലെ തന്നെയാണ്. ആൾക്കാരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കോ? പിന്നെ ഞാനിങ്ങനെ ട്രെയിന് 3rd AC വന്നോണ്ടിരുന്നപ്പം രാവിലെ എണ്ണീച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പം കുറെ ആളുകൾ ഫോണൊക്കെ പിടിച്ചിട്ട് ഞാൻ ഉണരുന്നതും കാത്തു നിൽക്കുവോ കോമഡി കേൾക്കാനായിട്ട്. അന്നല്ല കോമഡി, അതാ ആശാനല്ല. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ശരത്തല്ല സാറേ, മുടിയൊക്കെ ഇങ്ങനെ മാറ്റിയാൽ ഞങ്ങൾ അറിയത്തില്ല, ഞങ്ങളുടെ ശരത് സാറിനെ കണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂട്. ഞാൻ പറഞ്ഞു ഞാനല്ല. പിന്നെ അവസാനം അവരൊക്കെ കാണിച്ചു കൊടുത്തു ഫോട്ടോ, ഞങ്ങൾ രണ്ടുപേരും. ഓ ശരി, സാറിന്റെ അനിയനാണല്ലേ.
അങ്ങനെ ഒരു ഇത് നടന്നു ട്രെയിനിൽ വന്നപ്പോൾ. എൻ്റെ അടുത്ത് പറഞ്ഞു അനിയൻ കള്ളനാണെന്ന്. സത്യമാണോ? അത് അണ്ണന് ചിലപ്പോൾ അങ്ങനെ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ സത്യമായിരിക്കും. എന്നെ അതിലും ബാഡായിട്ട് എന്നെ വിളിക്കുന്നു, ആ എന്താ നിന്നെ ഫ്രോഡ്. ഓ അവളെന്നെ വിളിക്കത്തില്ല ഫ്രോഡ്. ഓ അടിപൊളി. ഞങ്ങളൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ, അവള് ഫ്രോഡ് വിളിക്കത്തില്ല, എപ്പോഴാ ഫ്രോഡ് ഫ്രോഡ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ട് പറയും. ഇപ്പൊ ഷൂട്ടിലായി പോയി. ഞാൻ വീഡിയോ കോളിൽ നിന്ന് ശ്രമിക്കണമെന്ന് വിചാരിച്ചതാ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നീട് വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞോളാം. കൊച്ചു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ചെറുപ്പത്തിലെ പഠിച്ചു പാടി? അല്ല, ചെറുപ്പത്തിലെ ഞാൻ കീബോർഡും പ്രോഗ്രാമറും കൂടെ. അപ്പം അതിങ്ങനെ ചെയ്യും. നമ്മൾ ഓരോ കാര്യമൊക്കെ ജയ ടി വിക്ക് വേണ്ടി ഞാൻ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഓരോ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കും തോറും എവളെൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കും, കൊച്ചിലെ തന്നെ. ഞാൻ എപ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത്? 12:30 ആണെങ്കിൽ രാത്രി 12:30 അപ്പോഴേ ഇവള് ഉറങ്ങും. ആ കരമൊക്കെ മൊത്തം തീർന്നിട്ട് അപ്പോൾ ആ പാട്ട് ഫുള്ള് കേൾക്കുക. വായി വരുന്ന ഭാഷയിൽ ആ പാട്ടൊന്ന് കൂടെ ഒന്ന് വായിച്ചാൽ ഒരു വട്ടം ഒന്ന് പ്ലേ ചെയ്യുമോ, ഞാനൊന്ന് പാടാമെന്ന് പറയും. അത് പാടി തരുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കും, കൊള്ളാം മോളെ എന്നൊക്കെ പറഞ്ഞു. ഒരു ശീലമായി മാറി. ഓരോ പാട്ട് രാജാ സാറിനെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ വന്നിരുന്ന് കേട്ട് സൂപ്പർ. അവളൊന്ന് പാടിയിട്ടേ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഈ രാത്രിയുള്ള വർക്കൊന്ന് നിർത്തി കിടന്നുറങ്ങിയപ്പോൾ എന്നെ ഒരാൾ വിളിക്കുന്നു, അച്ഛാ മുമ്പ് ചെയ്ത പാട്ടില്ലേ അത് നമുക്കൊന്ന് എടുത്താലോ, ഇപ്പൊ നല്ല ശബ്ദമാണ്, 12:30 മണി സമയം നോക്കിയാൽ. ഞാൻ പറഞ്ഞു മക്കളെ രാവിലെ എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ട്. കൊച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ പറയുന്നത്. ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു കേട്ടത്. അല്ല എങ്കിലും നമ്മള് ഒരു വേദിയിലൊക്കെ വന്നിരിക്കുമ്പോ നന്നായിട്ട് പറയണമല്ലേ? അല്ല വഴക്കച്ഛൻ പറയും. അത് അച്ഛനിപ്പ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എത്ര എന്നെ ഇത് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ അച്ഛന് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഞാൻ പാടിയാലേ അപ്പൊ അച്ഛന് ഹാപ്പി. അപ്പൊ നമ്മളങ്ങ് തളരും പാടടി. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവള് എന്റെ കൂടെ ഇരുന്ന് ഈ റെക്കോർഡിങ്ങും എല്ലാം ഇവള് പഠിച്ചോണ്ടായിരുന്നെന്ന്. ഞാൻ എൻ്റെ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലായി. അപ്പൊ ICUവിന്റെ മുമ്പിലാണ് ഞാൻ. അപ്പൊ വൈകിട്ട് വാനമ്പാടിയുടെ പാട്ടുകൾ സീരിയലിൽ ഇവള് പാടിയിട്ടുണ്ട്, നമ്മൾ M. ജയചന്ദ്രൻ സാറിന്റെ പാട്ട്. അങ്ങനെ അപ്പോഴത്തേക്കും അവർക്ക് രാത്രി 9:30 മണിക്ക് ഷൂട്ട് കൊടുക്കണം, സോങ് കൊടുക്കണം. അപ്പം ഞാൻ ഇവളെ വിളിക്കുന്നു, മോളെ ആ പാട്ട് കൊടുക്കണം, ഞാൻ ഇവിടെയോ ആയിപ്പോയി, ICUവിന്റെ മുമ്പിൽ അമ്മ അകത്ത് കിടക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, കൂളായിട്ട് പറഞ്ഞു, അച്ഛാ അമ്മമ്മയെ നോക്കിയിട്ട് വന്നാൽ മതി, ഒരു കുഴപ്പമില്ല, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം, അച്ഛൻ ഇവിടെ വന്നിട്ട് അത് കേട്ടിട്ട് അങ്ങ് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അമ്മ ICU ഒന്ന് മാറ്റി ഇതിലേക്ക് വാർഡിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഞാനൊന്ന് ഓടി വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് വിളി വന്നുകൊണ്ടേയിരിക്കും. 10 മണിയായി, 10:15. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ നീ ചെയ്തു? പിന്നെ അച്ഛൻ ഒന്ന് കേട്ടു. ഞാനത് ഓൺ ചെയ്ത് കേട്ടു, എല്ലാം ചെയ്ത് പക്കയാക്കി വെച്ചേക്കുന്നു. ആ ട്രാക്ക് വോയിസ് ട്രാക്ക് ക്ലീൻ ചെയ്ത് വരെ വെച്ചേക്കും. ഞാൻ കെട്ടിപ്പിടിച്ചവളെ. കാരണം ഇതുപോലുള്ള ഒരു സമയത്ത് അത് സൈലൻ്റായിട്ടിരുന്ന് പഠിച്ചത് കൊണ്ടാണ്. അങ്ങനെ അത് അവിടെ ഷൂട്ടിങ്ങിന് അയച്ചു കൊടുത്തു. അവർക്ക് ഭയങ്കര അഭിപ്രായം. അപ്പം അത് നമ്മൾ തന്നെ അങ്ങ് സന്തോഷം വീട്ടിൽ തന്നെ അങ്ങ് പങ്കുവെച്ചു. ആരടുത്തും അവളെ പറഞ്ഞില്ല. അങ്ങനെ വരണം. അവളെല്ലാ പരിപാടികളും എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതൊക്കെ. മോനും എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൻ എല്ലാ റിതം ഇൻസ്ട്രുമെൻസും വായിക്കും. അവൻ പിന്നെ ഈ കാറെന്ന് പറഞ്ഞ് ഭ്രാന്തായവൻ. ഇപ്പം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ കയറി. കൊല്ലത്ത് തന്നെയാണോ ശരിക്കും? അല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. ഞാൻ 14 വയസ്സിൽ ചെന്നൈക്ക് പോയതാണ്. അപ്പോൾ ഒരുമിച്ചായിരുന്നു? അണ്ണനും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയത് ചെന്നൈ. അവിടെ ഇരുന്ന് ഫസ്റ്റ് റെക്കോർഡിങ് ഞാനത് കണ്ണൂർ മാസിൻ്റെ വർക്കിനെ വായിക്കുന്നത്, തബല വായിക്കുന്നത്, ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനും നിറയെ വർക്ക്, വിദ്യാസാഗരണ്ണനും ഒക്കെ അവിടെ എല്ലാം ത്രൂഔട്ട് വർക്ക് ചെയ്ത് തബല. പിന്നെ അങ്ങനെ M. ജയചന്ദ്രൻ സാറിൻ്റെ വർക്കെല്ലാം രവീന്ദ്ര മാഷിൻ്റെ കൂടെ പ്രമദനം ഒക്കെ ഞാൻ വായിച്ചതാണ്. അടിപൊളി. ഒരുപാട് വർക്കുകൾ രവീന്ദ്ര മാഷിന്റെ പറയാൻ ഒരുപാട് വർക്കുകൾ വായിച്ചത്. 2-3 വർക്ക് ഓർത്ത് പറഞ്ഞേ പറ്റൂ. മാനെ, പ്രമദവനം, കുപ്പിവള, അങ്ങനെ ഓർക്കാനൊക്കെ ഒരുപാടുണ്ട്. അടിപൊളി. ഇങ്ങനെ ഒരു വിസിബിലിറ്റി അധികം ഇല്ല. ഞാൻ ഇതിന്റെ അകത്ത് നമ്മുടെ സ്റ്റുഡിയോ അവിടെ തന്നെ റെക്കോർഡിങ് വായിക്കും. സിത്താറാണെങ്കിൽ ഞാൻ സിത്താറും വായിക്കും. അപ്പോൾ സിത്താറും വായിക്കും. അത് അവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്യുന്നു. നമ്മളെ ആരും അറിയുന്നില്ല. പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വായിച്ച പാട്ടാണിതെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പടത്തിൽ എങ്ങനെ എത്തിപ്പെട്ടത്? ഈ പടത്തിൽ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ സിനിമ എന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് പരിചയത്തിലുള്ളവരാണ്. കാരണം അന്ന് തൊട്ടേ അറിയാം. അങ്ങനെ സിനിമ ഒരിക്കൽ ഞാൻ ഈ കൊല്ലത്ത് വന്നതും സിനിമ അറിഞ്ഞില്ല. 1 വർഷം കഴിഞ്ഞിട്ട് അറിയുന്ന അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു സിനിമ, ഞാൻ അവിടെ നിന്ന് വന്നു. ഇതുപോലെ എല്ലാരും കൊറോണ വന്നു. രഞ്ജിത്തേട്ടനെ അണ്ണാച്ചി എന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. എല്ലാരും എന്നെയും അണ്ണാച്ചി എന്നാ വിളിക്കും. എല്ലാരും അണ്ണാച്ചി. അങ്ങനെ
സിനിമ പറഞ്ഞു ഇതുപോലെ ഒരു വർക്കുണ്ട് നമുക്കൊന്ന് ചെയ്യാം. പറഞ്ഞു പടം കാണാൻ വരും വീട്ടിൽ വാ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്നെ സിനിമ വീട്ടിൽ കൊണ്ടുപോയി വലിയ സ്ക്രീനിലിട്ട് പടം കാണിച്ചു. പക്ഷെ പടം കണ്ടിട്ട് പിന്നെ ഞാൻ സിനിമയെ വീട്ടിൽ വന്നിട്ട് വിളിച്ചു. സിനിമ ആ റൂം വിട്ട് എനിക്ക് ഇങ്ങോട്ടൊന്ന് വെളിയിൽ വരാൻ പറ്റുന്നില്ല. അത്ര അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്തിരിക്കുക. ഒരു തീവ്രവാദി ടെററിസ്റ്റിൻ്റെ ഉണ്ട്, പുള്ളിക്കാരൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ റൂമിലിരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് വരാൻ പറ്റുന്നില്ല. കാരണം അതിലങ്ങ് ഇൻവോൾവ് ആയി നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ തുടങ്ങിയത്. അങ്ങനെയാണ് സ്ലീപ്പ് റൂം ഉണ്ടാക്കിയത്. അത് അടിപൊളി. നമ്മളൊരു കാണുന്നതിലും കൂടെ കാണേണ്ടി വരും, തീർച്ചയായും വർക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പൊ സ്ലീപ്പ് റൂമിന്റെ ഭാഗമായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഞാൻ ആയിക്കോട്ടെ. കൊച്ചു നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവളുടെ ഒരു പാട്ടും കൂടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു പാട്ടും കൂടെ പാടാം. മതിലേഖമാനുമാനം ഇരുൾ മൂടിയോ അനുതാപമേഘമാകെ വിടവാങ്ങിയോ കൂരിരുൾ കായലിൽ നീന്തിനി ഈരാമ്പലായി വാടി വീണവൾ ഹൃദയമേ അറിയൂ നീ നിറനിലാവിനാൽ മുറിവേറ്റവൾ ഇവൾ ഇവൾ. ഗോപി സുന്ദരം ഷിബു ചക്രവർത്തിയാണ്. അതെ. നല്ല പാട്ടാണ്. അപ്പൊ ഞങ്ങൾക്കൊരു മ്യൂസിക് ഡയറക്ടർ തന്നതിന് നന്ദിയുണ്ട്. പിന്നെ പടത്തിന്റെ സ്ലീപ്പ് റൂമിന്റെ BGM നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളിലൊക്കെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത വർക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. താങ്ക് യു.